ഹായ് വെൽക്കം ടു സീറോ ടു ഹീറോ. മുരിങ്ങാക്കായ തോരന് ഇതുവരെ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ വെച്ച് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവിയൽ കിട്ടാലും സാമ്പാർ കിട്ടാലും എന്തായാലും ഒരു 3 ബാക്കി ഉണ്ടാവും. അതുപോലെ എടുക്കുക, ഇതുപോലെയല്ല ഇതുപോലെ എടുക്കുക. ഇതുപോലെ തൊലി കളയാൻ ആരും മറക്കൂല, കഴുകുക മറക്കല്ലിട്ടോ. ഇനി 2 സവാള ഇതുപോലെ നല്ല അടിപൊളിയായി കിട്ടും കേട്ടോ, അരിഞ്ഞെടുക്കുക. ഇനി ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ലോണം ചൂടായ കടുക് പൊട്ടി വന്ന കറിവേപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്തിട്ട് തിരിച്ച് മറച്ചൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാളയുടെ എണ്ണം കുറയരുത്, ഇനിയിപ്പോൾ ഒന്ന് കൂടിയാലും കുഴപ്പമില്ല, 2 എണ്ണത്തിൽ കുറയരുത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3 പച്ചമുളക്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിലേറെ ഇടാം. ഇനി ഇതിലേക്ക് വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. ഈ ഒരു പച്ചമുളകിന്റെ എരിവ് തന്നെയാണ് ഈ ഒരു തോരനിൽ ഉണ്ടാവുക. ഇനി ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാലും ഒന്ന് അടച്ചു വെച്ച് തുറക്കുക. ചൂടായാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള മുരിങ്ങാക്കായ, കൂടെ 1/2 കപ്പ് തേങ്ങ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതുപോലെ ഇട്ടാൽ മതി. ഇനി ഇത് നല്ലോണം തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കിയാൽ മുരിങ്ങാക്കായി കുടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കുന്നതിനേക്കാട്ടിലും നല്ലത് ഇതുപോലെ കുടഞ്ഞിങ്ങനെ ഇളക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അടച്ചു വെച്ച് മുരിങ്ങാക്കായി വെന്ത് വരുന്നത് വരെ നന്നായിട്ട് വേവിക്കുക. ഇതിന് തീ അധികം വേണ്ട, നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കണില്ല. അപ്പം അതുകൊണ്ട് സിമ്മിലിട്ട് ചെറുതീയിൽ നല്ലതായിട്ട് വേവിച്ചെടുക്കുക. മുരിങ്ങാക്കായ്ക്ക് അധികം വേവൊന്നുമില്ല കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെയാണെങ്കിലും കഞ്ഞിൻ്റെ കൂടെയാണെങ്കിലൊക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. മുരിങ്ങാക്കായ നമ്മൾ പലതരത്തിൽ വെക്കാറുണ്ട്. വറുത്തരച്ചിട്ടുള്ള കറിയായിട്ടും മെഴുക്ക് ആയിട്ടും അങ്ങനെ നാടൻ ഐറ്റംസിൽ പലതരത്തിൽ നമ്മളത് വെക്കാറുണ്ട്. ഒക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതുപോലുള്ള നാടൻ ഐറ്റംസുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ വീഡിയോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക, കൂടെ ആ ബെല്ലൈക്കണും കൂടി അമർത്തണേ. അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. ബൈ.